രണ്ടാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ എൻ്റെ ഭർത്താവിന് അസുഖം അറ്റാക്ക് വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട് ജപ്തിയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നെങ്കിൽ പട്ടയം കൊണ്ടുവന്ന് സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആ നടയിൽ നിന്ന് മുട്ടയിൽ നിറങ്ങി വന്ന് സാക്ഷ്യം പറയുമെന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്. അതെനിക്ക് സാധിച്ചു തന്നു മാതാവ്. 2022 ഈ ബാങ്കുകാർ വന്ന് എൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു, ബോർഡ് ഒട്ടിച്ചു. അപ്പോൾ പൈസ അടക്കാൻ പറ്റണ്ടായിരുന്നില്ല. 30 ലക്ഷം രൂപയും 30,11,000 രൂപ അടക്കണമെന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങൾക്ക് കേബിൾ TV നടത്തുന്നതാണ് 3 പേരും കൂടെ. അപ്പോൾ 3 പേരും കൂടി പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ ഞങ്ങൾ കൊള്ളൂലാത്ത ഏരിയയിൽ നിന്ന് പൈസ അടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അടക്കാൻ പറ്റാതിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ജനുവരിയിൽ 25-ാം തീയതി ബാങ്കുകാർ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. വക്കീലേക്ക് വന്ന് ഞങ്ങളെ ഇറക്കാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് ഒപ്പിട്ട് കൊടുത്ത് 25-ാം തീയതി മാർച്ച് 25-ാം തീയതി 10 ലക്ഷം അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആ താക്കോൽ കൊടുത്ത് പുറത്തിറങ്ങണമെന്നാണ് ബാങ്കുകാർ പറഞ്ഞത്. 25-ാം തീയതി ആയിട്ടും ഒരുപാട് പേരോട് അന്വേഷിച്ച്, പക്ഷെ പൈസ കിട്ടിയില്ല. 25-ാം തീയതി ഞങ്ങൾ നേരിട്ട് ബാങ്കിൽ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പൈസ ഒന്നും ഒത്തിട്ടില്ല, ഞങ്ങൾ താക്കോൽ തന്ന് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു 4 ദിവസം കൂടി ഞാൻ നീട്ടിത്തരുന്നു, 29-ാം തീയതി പൈസ അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ മക്കളും കൂടെ എല്ലാ ദിവസവും ഉടമ്പടിയിൽ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പെരക്ക് ചുറ്റും തളിക്കുമായിരുന്നു. ഉടമ്പടി തൈലം കുരിശു വരച്ച് വാതിലിലൊക്കെ കുരിശു വരയ്ക്കുമായിരുന്നു. അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ, അല്ലെങ്കിൽ അമ്മയുടെ മോനെ മഹത്വപ്പെടുത്താൻ എനിക്ക് പറ്റില്ലല്ലോ അമ്മേ. ഞാൻ അമ്മയുടെ 2022 തുടങ്ങി അമ്മയുടെ അടുത്ത് വന്നല്ലേ, എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തൂലേ, അത് എന്നിലൂടെ ഒരു സാക്ഷിയാക്കി അമ്മ ഞങ്ങൾ ഉയർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 28-ാം തീയതി രാത്രി ഞാനൊരു ചേട്ടനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ ആ 2:30 മണിക്ക് ചെന്നപ്പോൾ, രാത്രിയല്ല ഉച്ചയ്ക്ക് ചെന്നപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എന്നെ പെരുവഴിയിൽ ഇറക്കാൻ അമ്മ അനുവദിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനെ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൂടി 7 മണിക്ക് ചെന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഒരു രേഖയും കൂടാണ്ട് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് എടുത്തെന്ന്, ഈ പട്ടയമാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് സാക്ഷ്യം പറയണത്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ എൻ്റെ മാതാവ് എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരും പറഞ്ഞു, അവർ ഭയങ്കര സങ്കടമാണ്. ബാങ്കുകാർ പറഞ്ഞു അവർക്ക് കണ്ണൊക്കെ നിറയണേ, ഞങ്ങളും മാതാവിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പട്ടയം എടുപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തോ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ബാങ്കിൽ നമ്മൾ പട്ടയം വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അടച്ചാൽ അന്ന് തന്നെ കിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ മാതാവേ ഞാൻ മുട്ടയിൽ നിരങ്ങി വന്ന് അമ്മനോട് പറയാമെന്നല്ലേ പറഞ്ഞേക്കണം, എത്രയും പെട്ടെന്ന്. അപ്പോൾ എനിക്ക് ഈ പട്ടയം കൂടി തന്നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എനിക്ക് അന്ന് തന്നെ ഈ പട്ടയം ബാങ്കുകാർ തന്ന് ഞങ്ങളെ വിട്ടു. പിന്നെ എന്തൊരു ചിലവുകളുണ്ട്, ഇതൊക്കെ നമ്മുടെ പേരിലാക്കണമെങ്കിൽ കുറച്ച് ചിലവുകളുണ്ട്. ബാങ്ക് മാനേജർ പറഞ്ഞ്, സുനിൽ ഇനി പൈസ ഒന്നും അടക്കണ്ട, ഞാൻ എൻ്റെ ചിലവിൽ എൻ്റെ റിസ്കിൽ നിങ്ങൾക്ക് അതെല്ലാം പ്രൊസീജിയറും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിത് 11ാമത്തെ എൻ്റെ പുതുക്കലാണിത്. കഴിഞ്ഞ പുതുക്കലിന് ഞാൻ വന്നപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഞാൻ ഒരുപാട് നാളായാലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നത്, അമ്മയെന്നൊന്ന് എനിക്ക് എടുക്കാനൊരു അനുഗ്രഹം തരുമോയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്നത്. അപ്പോൾ എൻ്റെ 270 നമ്പറായിരുന്നു. 270, അതിന് മുമ്പ് 10 വെച്ചാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 260 ആയപ്പോൾ അവർ 20 പേരെ വെച്ച് വിളിച്ച്. അപ്പോൾ 260 കഴിഞ്ഞ് 280 പേര്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടൂലല്ലേ അമ്മ അമ്മനൊന്നും എടുക്കാൻ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കുവാനുള്ള കൃപ എനിക്ക് തന്നു. അപ്പോൾ മാതാവ് എന്നെ പെരുവഴിയിൽ ഇറക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇത് ഏറ്റവും വലിയ സാക്ഷിയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും പെരുവഴിയിൽ ഇറങ്ങാണ്ട് എൻ്റെ അമ്മനെ കാത്ത് പരിപാലിച്ചു. അത് ഞങ്ങൾ അത്രയും, എൻ്റെ മക്കളും എല്ലാവരും അത്രയും പ്രാർത്ഥനയാണ് നടത്തണത്. കൊന്തയെന്ന് വെച്ചാൽ ഈശോൻ്റെ അമ്മയുടെയും ചെവിക്കല്ല് പൊട്ടിയിട്ടുണ്ടാകും. അതുപോലെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചത്, എന്നെ ഇറക്കാൻ അനുവദിക്കല്ലേ എന്ന്. പിന്നത്തെ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടി എൻ്റെ മോന് 3 സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾക്ക് ഭയങ്കര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെ വിശ്വാസം നീ ഒരിക്കലും നശിക്കാൻ വരുത്തല്ലേ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 സപ്ലി എഴുതി എൻ്റെ മോൻ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി.
പിന്നെ മൂന്നാമത്തേത് എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷ്യം പറഞ്ഞതാണ്, ബ്ലോക്ക് വന്ന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 ബ്ലോക്ക് എടുത്ത് മൂന്നാമത്തെ ബ്ലോക്ക് 80% അപ്പോൾ അത് 1 മാസം കഴിഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മേ ഇനി അത് ബ്ലോക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ അനുവദിക്കലേന്ന്. അപ്പോൾ അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 3 കുരിശ് വരച്ച് ഉടമ്പടി തൈലം ഉപ്പും തേനും എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ 4 പേരും വെള്ളത്തിൽ കലക്കി കുടിക്കും. ഈ ഉടമ്പടി തൈലം രാവിലെയും വൈകിട്ട് ഞാൻ തേക്കുമായിരുന്നു. അതിന് ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ അത് 80%-ൽ 65% ബ്ലോക്ക് മാറി. ഇനിയിപ്പോൾ ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചാൽ അതിന് മരുന്ന് കഴിക്കേണ്ട, ആകെ ഒരു മരുന്നിൽ തീർക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഭക്ഷണത്തിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ 2 മക്കളും ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു ക്രിസ്മസ് വന്നാലോ ഒരു ഇത് വന്നാലോ ഒന്നും ഒരു ആഗ്രഹവും എൻ്റെ മക്കൾ ഞങ്ങളുടെ കുറവുകളും എല്ലാം അറിഞ്ഞ് എൻ്റെ മക്കൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് എനിക്ക് തന്ന ഈശോയുടെ മക്കളാണ്. അതുകൊണ്ട് ആ മക്കളോട് ഞാൻ എത്രയും നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാ പ്രശ്നങ്ങളിലൂടെ എൻ്റെ മക്കൾ എന്നെ കൂടെ സാക്ഷി നിൽക്കുകയാണ്. ഞാൻ അമ്മയോട് എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ പത്രം പ്രേക്ഷിത പ്രവർത്തനം പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഞാൻ വെക്കില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം 10 പേർക്ക് ഞാൻ തന്നെ ചോറ് വെച്ച് കൊടുക്കും. പിന്നെ അഥവാ എനിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പൈസയായിട്ട് കൊടുക്കും. പിന്നെ അനാഥ മന്ദിരങ്ങളിൽ പോയി പിള്ളേർക്ക് വൈകുന്നേരമുള്ള ചായക്കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, മേടിച്ച് കൊടുക്കും. പിന്നെ പ്രാർത്ഥനകളൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ ശക്തിപ്പെട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു പാട്ട് പാടാൻ, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് ബെൽജി ജോസഫ്. ഞാൻ ബോൾഗാട്ടിയിൽ നിന്ന് വരുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലായി ബുദ്ധിമുട്ടിലായിരുന്ന എനിക്ക് നല്ലൊരു വരുമാന മാർഗം നൽകി എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. 2018 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് തുടങ്ങിയ സാഹചര്യമായിരുന്നെങ്കിൽ പോലും അത് 3 മാസം ഞാനത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് തുറന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ ഇടയ്ക്ക് ഞാനിവിടെ വന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കടങ്ങൾ കൂടി വന്ന അവസരത്തിൽ വീട് എനിക്ക് പണയത്തിന് കൊടുക്കേണ്ട സാഹചര്യം വന്നു. അതും ഞങ്ങൾക്ക് നിൽക്കക്കളില്ലാതെ വന്നപ്പോൾ വീട് വിൽക്കേണ്ട സാഹചര്യം വന്നു. പക്ഷേ അന്നേരം വഴിയുടെ പ്രശ്നം മൂലം വീട് വിൽക്കാനും സാധിച്ചില്ല. കൺമുമ്പിൽ ഒരു മാർഗവും ഇല്ലായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ഹസ്ബൻഡും പണിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 2023 ഡെയിലി ഞാൻ ഉടമ്പടി ധ്യാനവും ഡെയിലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ 2023 ഒക്ടോബറിൽ ഞാനൊരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലൊരു ചേച്ചി വഴി എനിക്കൊരു പുറത്തേക്കുള്ള, അപ്പോൾ അതിനു മുമ്പ് ഞാൻ പാസ്പോർട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. എവിടെയെങ്കിലും പുറത്ത് പോയി വീട്ടു ജോലിക്കാണെങ്കിലും പോയിട്ട് എന്തെങ്കിലും കടങ്ങൾ വീട്ടണമെന്നുള്ള ഒരു ഉദ്ദേശം. കാരണം അത്രയ്ക്കും ഒരവസ്ഥ, അതായത് 22 ലക്ഷം രൂപയോളം പ്രോപ്പർട്ടി ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ടായിരുന്നു, പലിശ കടങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2023 ഈ ചേച്ചി വഴി പോകാനുള്ള ഒരു പാർട്ടി എനിക്ക് വന്നു. പക്ഷേ അവർ എന്നോട് 28-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി പറഞ്ഞു ഒക്ടോബർ 3-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം, നിങ്ങൾക്ക് കയറി വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോരുത്തർ പോയി ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് തന്നെ വെച്ചു. പക്ഷേ 1 മാസം കഴിഞ്ഞ് വീണ്ടും അവർ എന്നെ വിളിക്കുകയായിരുന്നു. എനിക്ക് ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച തന്നെ ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആരാധന സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് ഞാൻ നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം ഒരു വഴിയുമില്ല, ലോണുകളൊക്കെ മുടങ്ങിയതുകൊണ്ട് വേറെ ലോണും കിട്ടാനും ചാൻസ് ഇല്ല. എല്ലാവരും ക്യാഷ് ചോദിച്ച് വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുവൈറ്റിൽ നിന്നും എനിക്കൊരു വേക്കൻസി വന്നു. അവരെന്നോട് ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോട്ടോ തന്നെ എടുത്തിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഇൻഷുറൻസ് ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഞാൻ രാത്രി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അവർക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ പോയപ്പോൾ കഴിഞ്ഞ മാസം വിളിച്ച അതേ പാർട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വേറെ ആരോ എടുത്തു, പക്ഷേ അവർക്കത് റെഡിയായില്ല, അതുകൊണ്ട് ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അവരോടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ടിക്കറ്റ് എടുത്തും കയറി വരാമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും നോക്കിയില്ല, പക്ഷെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ അവർ ടിക്കറ്റ് എടുത്തു. പോണതിൻ്റെ തലേ ദിവസം ഞാനിവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അമ്മ തന്ന ഒരു ജോലിയാണെന്ന് വിശ്വസിച്ചിട്ടും തന്നെ ഞാൻ ഇവിടെ നിന്ന് തലേദിവസം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഫ്ലൈറ്റ് കയറുന്നവരെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അതോടൊപ്പം മാതാവിലുള്ളൊരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ചെന്നു. നല്ലൊരു ഭവനം, അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടുജോലിക്ക് പോയ ഒരു ആളുകൾ പറയുന്നതനുസരിച്ച് അവരുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. പക്ഷേ എനിക്കെൻ്റെ സ്വന്തം വീട് പോലെ, എൻ്റെ സ്വന്തം കൂടിപ്പറപ്പ് പോലെ, സ്വന്തം മക്കളെ പോലെ എന്നെ നോക്കാനും എന്നോടൊപ്പം നിൽക്കാനുള്ള ഒരു ഫാമിലിയേക്കാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ വിട്ടത്. ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീടിന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടാനുള്ള പൈസ തന്നു, ലോണിൽ പുതുക്കി മേടിച്ചു. ഞങ്ങൾ വീട് പണയത്തിനുള്ളത് ഒഴിപ്പിച്ചു. ഇപ്പം ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. കൂടാതെ എൻ്റെ മകൻ ഇത്തിരി പഠിക്കാൻ പുറകോട്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ സമയത്ത് എനിക്ക് അവൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ നിന്ന വീട്ടിലെ മാഡം ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്ന് അവർ പോയത്. അപ്പോൾ അമ്മ മാതാവിനോട് വേറൊരു നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കടങ്ങൾ ഒതുങ്ങിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കും, ഉടമ്പടി ധ്യാനം കേൾക്കും. എനിക്കതിനെല്ലാത്തിനുള്ള സൗകര്യം ആ വീട്ടിൽ എനിക്ക് ചെയ്തു തന്നിരുന്നു. ഞാനത് ചെയ്ത കുർബാനയാണെങ്കിലും എല്ലാം നമുക്ക് വേണ്ട പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലാനുള്ള സൗകര്യങ്ങളായിരുന്നു എനിക്ക് അമ്മ മാതാവും ഈശോയും തന്നത്. അങ്ങനെ ഞാൻ നല്ലൊരു ഭവനം തന്നെ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ തന്നെ, അവിടെ തന്നെ ഒരു വീട്ടിലേക്ക് എനിക്ക് ചാൻസ് കിട്ടി. ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള സാലറിയേക്കാൾ കൂടുതൽ സാലറിയോടെയാണ് പോകുന്നത്. മാത്രമല്ല അവിടെ ഒരു ചേച്ചി ഉള്ളത് കൊണ്ട് മാർച്ച് 14-ാം തീയതി വരെയാണ് ആ ചേച്ചിയുടെ വിസ തീരുന്നത്. ആ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് നാളത്തേക്ക് എനിക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ ആ നാളെ ചെല്ലുന്നത് വരെ വിത്ത് സാലറിയോടെ തന്നെ അവരെന്നെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി